ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. ഭേഷനായ ധനികൻ. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരുവേ, പ്രതിസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്തു ഭാഗിക്കുന്നവനോ ആയി ആരു നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാക്കുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായി വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ? എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയ പണിയും അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ടി വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭേഷ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വയ്ക്കുന്നവനും. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ സുവിശേഷ ഭാഗം ഇന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന വിഷയം, ഒരുപാട് സമ്പത്തുണ്ടാക്കി വെച്ചിട്ട് അതെവിടെ സൂക്ഷിക്കും എന്നുള്ളതാണ്. തൻ്റെ ആത്മാവിനോട് പറയുകയാണ് ധനികൻ, കുറേ വർഷക്കാലത്തേക്ക് വേണ്ടി ഞാൻ എല്ലാം സമ്പാദിച്ച് വലിയ വലിയ പെട്ടികളുണ്ടാക്കി ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലം വിശ്രമിച്ചുകൊള്ളൂ എന്ന്. ഈശോ പറഞ്ഞു, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ എടുത്താൽ, ഇന്ന് രാത്രിയിൽ നീ മരിച്ചു പോയാൽ എന്തു ചെയ്യും ഈ സമ്പാദ്യമെല്ലാം? സ്നേഹമുള്ളവരെ, നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. സമ്പത്ത്, പ്രൗഢി എല്ലാം ആവശ്യമാണ്. അത് ആവശ്യത്തിൽ കൂടുതലായാൽ എന്തു ചെയ്യുമെന്ന് ഉത്കണ്ഠാകുലരാണ് ഞാനും നിങ്ങളും. സ്വന്തം സഹോദരന്മാർ തമ്മിൽ അടിച്ചു മരിക്കുന്നു. എന്തൊക്കെയുണ്ടെങ്കിലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ തനിക്ക് ദൈവരാജ്യത്തിൽ ഈശോയോടൊപ്പം വസിക്കുവാൻ ഇടമുണ്ടാകുകയില്ല. വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഈശോയുടെ സ്നേഹം പകർന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ സുവിശേഷത്തിൽ അടിയുറച്ച് ജീവിക്കാം. ഒരു നിമിഷം ദൈവവചനത്തെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. ആമേൻ.